എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. 4 മുതലുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണ്. ഈ ഒരു അധ്യായത്തിൽ അവസാനിക്കുന്നത് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണ്. അധ്യായം തീരാറാവുമ്പോഴാണ് വൃത്തം മാറുന്നത്. അതാത് സമയങ്ങളിൽ അത് സൂചിപ്പിക്കാം. ആദ്യം 4-ാമത്തെ ശ്ലോകം നോക്കാം. ആത്മവാൻ കോജിതക്രോധോ ദ്യുതിമാൻ കോനസൂയക കസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗേ. ആദ്യം പദച്ഛേദം പറയാം. ആത്മവാൻ കഃ ജിതക്രോധ ദ്യുതിമാൻ കഃ അനസൂയക കസ്യ ബിഭ്യതി ദേവാ ച ജാതരോഷസ്യ സംയുഗേ. വാൽമീകിയുടെ അടുത്ത ചോദ്യമാണ് ആത്മവാൻ കഹ്. ആത്മവാൻ എന്നുള്ളത് കൊണ്ട് ആത്മാവിനെ ജയിച്ചവൻ അല്ലെങ്കിൽ ആത്മാവിനെ തിരിച്ചറിഞ്ഞവൻ, ധൈര്യമുള്ളവൻ എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട്. അങ്ങനെ ധൈര്യശാലിയായിട്ടുള്ളവൻ ആരാണ്? മാത്രമല്ല ജിതക്രോധ, ക്രോധത്തെ ജയിച്ചവൻ, ക്രോധത്തെ കീഴടക്കിയവൻ. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ദേഷ്യത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള വികാരങ്ങളെയും ജയിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഒന്നും അമിതമായി പ്രകടിപ്പിക്കാത്ത ഒരാളായാലേ ദേഷ്യത്തിനെയും അതേപോലെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഹാസ്യത്തെയും അതുപോലെ തന്നെ കരച്ചിലിനെയും ഒക്കെ ഒരേപോലെ നിയന്ത്രിക്കാൻ പറ്റണ ഒരാൾക്ക് മാത്രമേ ദേഷ്യത്തെയും നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദേഷ്യത്തെ നിയന്ത്രിച്ചവൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മറ്റെല്ലാ വികാരങ്ങളെയും ഒരുപോലെ നിയന്ത്രിച്ചവൻ എന്ന അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ജിതക്രോധ. ജിതക്രോധനായിട്ടുള്ള ഒരാൾ, ക്രോധത്തെ കീഴടക്കിയവൻ, അങ്ങനെയുള്ള ഒരാൾ ഉണ്ടോ? മറ്റൊന്ന് ദ്യുതിമാൻ. ദ്യുതിമാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കാന്തിയുള്ളവൻ. വെറുതെ ഒരാൾക്കൊരു കാന്തി ഉണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ തപസ്സും സ്വാധ്യായവും അതുപോലെ തന്നെ മനസ്സിലുള്ളതായ ആ നിഷ്കളങ്കത, ശുദ്ധി, വ്രതങ്ങളുടെ ശക്തി, ഇതൊക്കെ കൊണ്ടേ ഒരാൾക്ക് കാന്തി ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരെ ബാക്കി എല്ലാവരും നമസ്കരിക്കുകയും ചെയ്യും, വന്ദിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുണ്ടോ? അതാണ് ദ്യുതിമാൻ, കാന്തിയുള്ളവനും. അതുപോലെ അനസൂയക, അസൂയ ഇല്ലാത്തവൻ. അസൂയ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് എന്തുണ്ടെങ്കിലും അത് തന്നെ ബാധിക്കരുത്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് അനസൂയകൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അനസൂയ, പ്രിയംവദ എന്നുള്ള വാക്കുകളൊക്കെ കാളിദാസൻ പറഞ്ഞിട്ട് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അസൂയ ഇല്ലാത്തവളെയാണ് അനസൂയ എന്ന് പറയണത്. അതുപോലെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പറ്റിയിട്ട് വർണ്ണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരോടും അസൂയയില്ല. ഇതൊക്കെ ഒരേ വികാരത്തിൻ്റെ തന്നെ പല പല സ്വഭാവങ്ങളാണ്. ദേഷ്യമില്ല അല്ലെങ്കിൽ ദേഷ്യത്തെ ജയിച്ചു എന്ന് പറയുമ്പോൾ ആ ആൾക്ക് അസൂയ ഉണ്ടാവില്ല. എന്നാലും എടുത്തെടുത്ത് ചോദിക്കണമെന്നേ ഉള്ളൂ വാൽമീകി. അസൂയയില്ലാത്തവൻ, മറ്റൊരാൾക്ക് എന്തുണ്ടെങ്കിലും തന്നെ അതൊന്നും ബാധിക്കാതെ ജീവിക്കാൻ അറിയുന്ന ആൾ, അങ്ങനെയുള്ള ഒരാളുണ്ടോ? കഹ, അങ്ങനെയൊക്കെയുള്ള ഒരാൾ ആരാണ്? ഇനി സംയുഗേ ജാതരോഷസ്യ കസ്യ ദേവാഹ ച ബിഭ്യതി. ഇനി മറ്റൊരു ചോദ്യമാണ് സംയുഗേ. സംയുഗം എന്ന് പറഞ്ഞാൽ പോരിൽ, യുദ്ധത്തിൽ. സംയുഗ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. യുദ്ധം ചെയ്യുമ്പോൾ ജാതരോഷസ്യ, അവിടെ ദേഷ്യം വേണം താനും. അതായത് തനിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ, ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ മുമ്പിലുള്ളത് ശത്രുക്കളാണ്. അവരെയൊക്കെ സ്നേഹത്തോടു കൂടി പരിഗണിക്കുകയോ അവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി നിർത്തുകയെന്നല്ല വേണ്ടത്. അവർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുകയോ വധിക്കുകയോ ഒക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രം ദേഷ്യം വരുന്നവൻ. അതാണ് സംയുഗേ ജാതരോഷസ്യ. യുദ്ധത്തിൽ ആർക്കാണോ ദേഷ്യം വരുന്നത്, അതുപോലെ തന്നെ കസ്യ ദേവാഹ ച ബിഭ്യതി. ആരൊരാളെയാണ് ദേവന്മാരും പേടിക്കുന്നത്. സാധാരണഗതിയിൽ ദേവന്മാർക്ക് പേടി അസുരന്മാരെ, അസുരന്മാർക്ക് പേടി ദേവന്മാരെ, അങ്ങനെയൊക്കെയുള്ള പേടികളുണ്ടല്ലോ. ഇതങ്ങനെയല്ല. അതോടുകൂടിയിട്ട് അസുരന്മാരെ വധിച്ചാൽ ആ പേടി തീരും. പക്ഷെ അങ്ങനത്തെ പേടിയൊന്നുമല്ല. ആരെ പേടിച്ചാണോ സൂര്യൻ ഇവിടെ ഉദിക്കുന്നത്, ആരെ പേടിച്ചാണോ ചന്ദ്രൻ ഉദിക്കുന്നത്, ഈ ഗോളങ്ങളൊക്കെ ഇവിടെ തിരിയുന്നത്, അങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ടാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് വാൽമീകി. അതുകൊണ്ടാണ് ദേവന്മാർ വരെ ആരെയാണോ ഭയക്കുന്നത്,
യുദ്ധത്തിൽ ആരാണോ ആയുധങ്ങൾ എടുക്കുമ്പോൾ അസുരന്മാർ അതല്ലെങ്കിൽ ശത്രുക്കൾ എന്നല്ല, ദേവന്മാർ വരെ ആരെ പേടിക്കുന്നുവോ അങ്ങനെ ഒരാളെ വർണ്ണിക്കണമെന്ന് എനിക്ക് മോഹമുണ്ട് നാരദ മഹർഷേ എന്നാണ് വാൽമീകി ചോദിക്കുന്നത്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഏതദിച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹിമേ മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. ആദ്യം ശ്ലോകത്തിൻ്റെ പദച്ഛേദം പറയാം. ഏതത് ഇച്ഛാമി അഹം ശ്രോതും പരം കൗതൂഹലം ഹി മേ മഹർഷേ ത്വം സമർത്ഥ അസി ജ്ഞാതും ഏവം വിധം നരം. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ പറ്റിയിട്ട് ഇത്ര ഗുണഗണങ്ങൾ, ഇനി ഈ പറയുന്നതിനേക്കാളും ഒക്കെ ഗുണമുള്ള ഒരാളെ പറ്റിയിട്ടാണ് നാരദൻ പറയാൻ പോണത്. എന്നാലും തൻ്റെ അറിവിൽ ഉള്ള തൻ്റെ മനസ്സിലുള്ളതായ ചില ചോദ്യങ്ങളാണ് നാരദനോട് വാൽമീകി ചോദിക്കുന്നത്. ഏതത് ശ്രോതും അഹം ഇച്ഛാമി. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഒരു മറുപടി കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? അതാണ് സാമ്പ്രതം എന്ന് ആദ്യമേ പറഞ്ഞുല്ലോ. ഇങ്ങനെ ഒരാൾ കോന്വസ്മിൻ സാമ്പ്രതം ലോകെ, ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഉള്ള സമയത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? അതായിരുന്നു ചോദ്യം. അതാണ് ഏതത് ശ്രോതും അഹം ഇച്ഛാമി. ഇങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹി എന്നുള്ളത് എന്തെന്നാൽ അതിൻ്റെ കാരണം പറയാണ്. മേ കൗതൂഹലം പരം, എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു മോഹം, ഒരു കൗതൂഹലം, ഒരു അഭിവാഞ്ഛയുണ്ട്. ഇങ്ങനെ ഒരാളെ പറ്റിയിട്ട് അറിയണം, ആ ആളെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നുള്ള വല്ലാത്ത അടങ്ങാത്തൊരു മോഹമുണ്ട് നാരദമുനി, അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. മാത്രമല്ല ഏവം വിധം നരം ജ്ഞാതും, എനിക്ക് ഇങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ട് എൻ്റെ വാക്കുകൾ വളരെ ഭംഗിയായിട്ട് പ്രയോഗിക്കണം എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരാളുണ്ടോ എന്നുള്ളത് അറിയാനും ആഗ്രഹമുണ്ട്. അതാണ് ഏവം വിധം നരം ജ്ഞാതും കൗതൂഹലം പരം അസ്തി. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ പറ്റിയിട്ട് അറിയണമെന്നുള്ളൊരു മോഹവുമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചോദിക്കണത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് കേൾക്കുമ്പോൾ നാരദൻ്റെ ഒരു മറുപടി ഉണ്ട്. അത് ഇത്തിരി കടുപ്പാണ് ഇങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ, എന്നാലും പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നാരദനോട് വാൽമീകി പറയാണ്, മഹർഷേ ത്വം സമർത്ഥ അസി. അല്ലയോ മഹാമുനെ, അങ്ങ് ഈ കാര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞു വരാൻ നല്ലവണ്ണം സാമർഥ്യമുള്ള ഒരാളാണ്. വളരെ യോഗ്യനായിട്ടുള്ള ഒരാളോട് തന്നെയാണ് ഞാനിത് ചോദിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെന്തുകൊണ്ടാണ്? നാരദരെന്ന് പറഞ്ഞാൽ, നാരദ മഹർഷിക്ക് ഒരു ദിക്കിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഭാഗവതത്തിലും നാരായണീയത്തിലൊക്കെ പറയുന്നുണ്ട്. നാരദന് ഒരു ശാപം തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരു ദിക്കിൽ അനങ്ങാതിരിക്കാൻ പറ്റാത്തൊരു ശാപം എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്നവനായിട്ടുള്ളൊരു മഹർഷി ഈശ്വരന് ഇതൊന്നും അറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളിവിടെ ഇങ്ങനെ ജീവിക്കുന്ന ഈ ഒരു കാലത്ത് ഇത്രയ്ക്കും ഉത്തമനായിട്ടുള്ളൊരു പുരുഷനെ കാണാൻ കിട്ടുമോ, അറിയാൻ പറ്റുമോ, ആ ആളെ പറ്റിയിട്ട് എനിക്ക് എഴുതാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് എൻ്റെ മോഹം. അതുകൊണ്ട് വേണ്ട വിധം പഠിച്ചിട്ടുള്ള, മാത്രമല്ല തപസ്സുണ്ട്, സ്വാധ്യായമുണ്ട്, വാക്കുകളുടെ ഏറ്റവും വലിയ ആചാര്യനുമാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയോട് തന്നെയല്ലേ ഇത് ഞാൻ ചോദിക്കേണ്ടത്? അതിനൊക്കെ ഏറ്റവും അർഹതപ്പെട്ട ഒരാളോട് തന്നെയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നാരദനോട് വാൽമീകി പറയാണ്. അതുകൊണ്ട് ഇത് കേട്ടിട്ട് അങ്ങ് എനിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മറുപടി തരണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യണത്. അത് കേട്ടിട്ട് നാരദ മഹർഷി എന്താണ് വാൽമീകിയോട് പറഞ്ഞത് എന്നുള്ളതാണ് 6-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. ശ്രുത്വാ ചൈതത്രിലോകജ്ഞോ വാൽമീകേർനാരദോ വച ശ്രൂയതാമിതി ചാമന്ത്ര്യ പ്രഹൃഷ്ടോ വാക്യമബ്രവീത്. ഇവിടെ നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ശ്രുത്വാ ച ഏതത് ത്രിലോകജ്ഞ വാൽമീകേഃ നാരദ വച ശ്രൂയതാം ഇതി ച ആമന്ത്ര്യ പ്രഹൃഷ്ട വാക്യം അബ്രവീത്. വാൽമീകിയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്, അന്വയം അങ്ങനെയാണ് വരിക. വാൽമീകേഃ ഏതത് വച ശ്രുത്വാ,
വാൽമീകിയുടെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് ഒരു 5-6 ശ്ലോകങ്ങളിൽ തനിക്ക് ആരെ പറ്റിയിട്ടാണോ വർണ്ണിക്കേണ്ടത് എന്നുള്ളത് അവതരിപ്പിച്ചുവല്ലോ, അത് മുഴുവനും ശ്രദ്ധിച്ച് കേട്ടിട്ട് നാരദനെ പറ്റി പറയാണ്. ത്രിലോകജ്ഞ നാരദ, ത്രിലോകജ്ഞനായ 3 ലോകങ്ങളെ പറ്റിയിട്ടും നന്നായി അറിയുന്ന, 3 ലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാ ലോകങ്ങളിലേക്കും കയറി ചെല്ലാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരേ ഒരാളാണ് നാരദ മഹർഷി. ദേവന്മാരുടെ അടുത്തേക്ക് പോവാം, മനുഷ്യരുടെ അടുത്തേക്ക് വരാം, അസുരന്മാരുടെ അടുത്തേക്ക് പാതാള ലോകത്തേക്ക് പോവാം, ആരും അവിടെ മുനിയെ തടയാറില്ല. അതുകൊണ്ടാണ് ത്രിലോകജ്ഞൻ എന്ന് പറഞ്ഞത്. മാത്രമല്ല ദിവ്യജ്ഞാനങ്ങളെ കൊണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതും നാരദ മഹർഷിക്ക് അറിയാം. അങ്ങനെ എല്ലാം അറിയുന്നവനായ, അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ അവതാരമായിട്ട് നാരദ മഹർഷിയെ കണക്കാക്കുന്നതും. അങ്ങനെ 3 ലോകങ്ങളിലും എല്ലാ കാര്യങ്ങളിലും, ലോകങ്ങളിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അറിവുള്ളവനായ ആ നാരദ മുനി എന്തു ചെയ്തു? പ്രഹൃഷ്ട, സന്തോഷിച്ചു. അങ്ങനെ ഒരാളെ പറ്റിയിട്ട് പറയാൻ, അല്ലെങ്കിൽ ഒരാളെ പറ്റി ചോദിക്കാൻ തോന്നിയില്ലോ, ഒരു ചെറുപുഞ്ചിരിയോട് കൂടിയിട്ട്. അതാണ് പ്രഹൃഷ്ട. നന്നായി ഇങ്ങനൊരു ചോദ്യം, അങ്ങ് ചോദിച്ചത് ഇത്തിരി കടുപ്പുള്ള ചോദ്യമാണെങ്കിലും ഇങ്ങനെ ഒരാളെ പറ്റിയിട്ട് പറയാൻ, അല്ലെങ്കിൽ അത് അങ്ങക്ക് തോന്നിയില്ലോ. അതുകൊണ്ടാണ് വാൽമീകി ഇങ്ങനെ ചോദിച്ചപ്പോൾ നാരദ മുനിക്ക് സന്തോഷമായത്. അങ്ങനെ നാരദ മഹർഷി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ പുറപ്പെടുകയാണ്. അതാണ് പ്രഹൃഷ്ട, അത്യന്തം സന്തുഷ്ടനായിട്ട് അപ്പോൾ തന്നെ പറയാൻ തുടങ്ങുകയാണ്. ശ്രൂയതാം ഇതി ആമന്ത്ര്യ വാക്യം അബ്രവീത്. ശ്രൂയതാം, കേട്ടോളൂ, എനിക്കറിയാം അങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ട്. അങ്ങ് പറഞ്ഞത് കുറച്ച് വളരെ വിരളമായിട്ട് മാത്രം കിട്ടാനുള്ള ഒരാളെ പറ്റിയിട്ടാണ്, അങ്ങനെയുള്ള ഒരാളെ വർണ്ണിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കണതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഇവിടെ ഉണ്ട് അങ്ങനെ ഒരാൾ, കേട്ടോളൂ. ശ്രൂയതാം ഇതി ആമന്ത്ര്യ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വാക്യം അബ്രവീത്, ഇപ്രകാരം മറുപടി പറഞ്ഞു. അങ്ങനെ നാരദൻ വാൽമീകിയോട് പറയണതാണ്. കുറച്ചധികം വാക്യങ്ങളുണ്ട്. അത് നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. എന്താണ് പറയണതെന്ന് നോക്കാം. ബഹവോ ദുർലഭാശ്ചൈവ യേ ത്വയാ കീർത്തിതാ ഗുണാഃ മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈർയുക്ത ശ്രൂയതാം നര. ആദ്യം പദച്ഛേദം പറയാം. ബഹവ ദുർലഭാഃ ച ഏവ യേ ത്വയാ കീർത്തിതാ ഗുണാഃ മുനേ വക്ഷ്യാമി അഹം ബുദ്ധ്വാ തൈഃ യുക്ത ശ്രൂയതാം നര. ഹേ മുനേ, അല്ലയോ മഹർഷിവര്യ. അതായത് നാരദൻ വാൽമീകിയോടും ഇങ്ങനെ തന്നെയാണ് പറയണത്. വാൽമീകിയും തപസ്സൊക്കെ ചെയ്ത് അറിവുണ്ടാക്കിയെടുത്ത ആളാണ്. അതുകൊണ്ട് തിരിച്ചും അങ്ങനെ തന്നെയാണ് പറയണത്. അല്ലയോ മഹാമുനേ, അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾ വളരെ ദുർലഭമായിട്ടുള്ള ഗുണങ്ങളാണ്. അതിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. ഹേ മുനിവര, ത്വയാ കീർത്തിതാഹ ഗുണാഹ, അങ്ങയാൽ കീർത്തിക്കപ്പെട്ട, പറയപ്പെട്ട, പ്രശംസിക്കപ്പെട്ട ഗുണഗണങ്ങൾ കുറേ അധികം പറഞ്ഞുല്ലോ അങ്ങ്. ധർമ്മജ്ഞനാവണം, കൃതജ്ഞനാവണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞുല്ലോ. ആ ഗുണങ്ങൾ, യാതൊരു ഗുണങ്ങളുണ്ടല്ലോ, അവയൊക്കെ തന്നെ ബഹവഹ, അത് വളരെ വലിയൊരു പട്ടിക തന്നെയാണ്. ഗുണങ്ങളുടെ ഒരു വലിയ ലിസ്റ്റാണ് അവതരിപ്പിച്ചത്. അതെങ്ങനെയുള്ളതാണ്? ദുർലഭാഹ ച ഏവ, ലോകത്തെ ആൾക്കാരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ സ്വഭാവത്തിൽ കാണാൻ കിട്ടുന്നവയുമല്ല. ഇതൊക്കെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട് പട്ടികയിൽ എഴുതി വെച്ചിട്ട് തന്നെയുള്ളൂ. ആൾക്കാർ അതൊന്നും പ്രവൃത്തി തലത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ദുർലഭാഹ, പേര് കിട്ടാനുണ്ടെന്നുള്ളതല്ലാതെ പ്രവൃത്തി തലത്തിൽ ഈ ഗുണങ്ങൾ കൊണ്ടുവന്നവർ വളരെ വിരളമാണ്. അതുകൊണ്ട് ആ ഗുണങ്ങളെ പറ്റിയിട്ട് പേര് തന്നെയേ ഉള്ളൂ. വിരളമായിട്ടുള്ള ഗുണങ്ങളാണ്. മനുഷ്യരുടെ ഗുണങ്ങൾ എന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോൾ കാണാനില്ലാത്തതാണ്. എന്നാലും അഹം ബുദ്ധ്വാ വക്ഷ്യാമി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് കിട്ടും, പറയാൻ പറ്റും. അങ്ങനെ ഒരാളെ പറ്റിയിട്ട് ഞാൻ ഓർത്തു വച്ചിട്ടുണ്ട്. അതാണ് അഹം, ഞാൻ, ബുദ്ധ്വാ, ഒന്ന് ചിന്തിച്ചിട്ട്, എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇപ്പോൾ തന്നെ പറയാം. വക്ഷ്യാമി, അചിരേണ വക്ഷ്യാമി, താമസമില്ലാതെ ഇപ്പം തന്നെ പറയാം. എന്താ പറയാൻ പോണത്? തൈഹി യുക്ത നര, അതൊക്കെ ചേർന്നിട്ടുള്ളൊരു നരൻ. എടുത്തെടുത്ത് പറയുന്നുണ്ട്. മനുഷ്യനാണ്, നരനാണ്, ഭഗവാന്റെ അവതാരമാണ് എന്ന് പറയണില്ല. 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് വിഷ്ണുനാ സദൃശോ എന്ന്.
അപ്പോൾ വിഷ്ണുവിനോട് സദൃശനാണ്. ഗുണഗണങ്ങളെ കൊണ്ട് നരന് ഭഗവാനാവാം. ഭഗവാന്റെ അവതാരം തന്നെയാണെങ്കിലും മനുഷ്യനായിട്ട് അവതരിച്ച ആളാണ് ശ്രീരാമചന്ദ്രൻ എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. വാൽമീകിയും അങ്ങനെ തന്നെയാണ് പറയണത്. അതുകൊണ്ട് ഗുണഗണങ്ങളുടെ ആധിക്യം കൊണ്ട് വിഷ്ണുവിനോട് സദൃശനായി തീർന്നവനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് പറയാണ്, ഞാനിതാ വൈകാതെ തന്നെ അങ്ങക്ക് അറിയിച്ചു തരാം ആരാണ് അങ്ങനെയുള്ളൊരു നരൻ, ഒരു മനുഷ്യൻ ആരാണ് എന്നുള്ളത്. നമുക്കതാരാണെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 4 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആത്മവാൻ കോജിതക്രോധോ ദ്യുതിമാൻ കോ നസൂയക കസ്യ ബിഭ്യതി ദേവാശ്ച ജിതരോഷസ്യ സംയുഗേ ഏതദിച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹിമേ മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം ശ്രുത്വാ ചൈതത്രിലോകജ്ഞോ വാൽമീകേർനാരദോ വച ശ്രൂയതാമിതി ചാമന്ത്ര്യ പ്രഹൃഷ്ടോ വാക്യമബ്രവീത് ബഹവോ ദുർലഭാശ്ചൈവ യേ ത്വയാ കീർത്തിതാ ഗുണാഃ മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈർയുക്ത ശ്രൂയതാം നര. അങ്ങനെ വാൽമീകിയോട് പറയാനുള്ള മറുപടി നാരദമുനി ആലോചിക്കുകയാണ്. അടുത്ത ദിവസം അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാം. നാരദൻ്റെ വാക്കുകൾ എന്താണ് എന്നുള്ളത് അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള 4 ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.